ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എഡിറ്റിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. എഡിറ്റിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റയുടെ 4 സ്റ്റെപ്പുകളിലെ 2 സ്റ്റെപ്പാണ്. എന്താണ് പ്രോസസ് ഓഫ് ഡാറ്റ? പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് ദം അനലൈസ്. ഒരു ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ ഡാറ്റ ആവും. അത് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ റോ ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിൽ പെടുന്ന 4 സ്റ്റെപ്പുകളിലെ 2 സ്റ്റെപ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 4 സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. അതിൽ കോഡിംഗ് ആൻഡ് ടാബുലേഷൻ ഓൾറെഡി സൽമ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് നോക്കാം. എഡിറ്റിംഗ് എന്തിനാണെന്നാണ് പറയുന്നത്. ഫീൽഡ് വർക്ക് ഓഫൻ പ്രൊഡ്യൂസസ് ഡാറ്റ കണ്ടെയ്നിങ് മിസ്റ്റേക്സ്. നമ്മളുടെ ഫീൽഡ് വർക്ക് ആണെങ്കിൽ പോലും ഡാറ്റയിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഹാവ് യു ലൈവ്സ് അറ്റ് യുവർ കറൻറ്റ് അഡ്രസ്സ്. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര വർഷമായിട്ട് നമ്മൾ കറൻറ്റ് അഡ്രസ്സിൽ നിങ്ങൾ താമസിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ റെസ്പോണ്ടൻറ്റിൻ്റെ ആൻസർ 48 years ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് യുവർ ഏജ്, നിങ്ങളുടെ ഏജ് എത്രയാണ്. അത് റെസ്പോണ്ടിൻ്റെ ആൻസർ 32 years ആയിരുന്നു. അപ്പം നമുക്കിവിടെ ഒരു 32 years, അതായത് 32 വയസ്സുള്ള ഒരാൾ ഒരു വീട്ടിൽ 48 വർഷമായിട്ട് താമസിക്കുന്നു പറയുമ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു എറർ നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തു. ആ എറർ അവിടെ ഡിറ്റക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം ഒരിക്കലും 32 വയസ്സുള്ള ഒരാൾ 48 വർഷമായിട്ട് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു അഡ്രസ്സിൽ താമസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോസ്റ്റ് കേസിൽ നമ്മുടെ എത്ര വർഷമായി കറൻറ്റ് അഡ്രസ്സിൽ താമസിക്കുന്നു എന്നുള്ള സ്ഥലത്ത് 4 years ആവാനാണ് ചാൻസ്. ബിക്കോസ് 32 years ഉള്ള ഒരാൾ 48 years താമസിക്കില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ നമ്പർ എടുക്കാനാണ് മോസ്റ്റ് കേസിലെയും ചാൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എഡിറ്റിംഗ് നടത്തുന്നത്. ഇനി നമുക്ക് എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ക്വസ്റ്റ്യനെയേഴ്സ് ഓർ ഷെഡ്യൂൾസ് ടു ഡിറ്റക്ട് ദ എറേഴ്സ് ഓർ ഒമിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദീസ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയേഴ്സിനെയും ഷെഡ്യൂൾസിനെയും എക്സാമിൻ ചെയ്യുക. അതിനെ പരിശോധിച്ചുകൊണ്ട് അതിലുള്ള എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒമിഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ സ്ക്രൂട്ടിനി ഓഫ് ദ കംപ്ലീറ്റഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയേഴ്സിൻ്റെയും ഷെഡ്യൂൾസിൻ്റെയും ഒരു സൂക്ഷ്മ പരിശോധനയാണ് എഡിറ്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ദ ഡാറ്റ ആർ അക്യുറേറ്റ്, കൺസിസ്റ്റൻറ്റ് വിത്ത് അതർ ഫാക്ട്സ് ഗാതേർഡ്, യൂണിഫോംലി എൻറ്റേർഡ്, ആസ് കംപ്ലീറ്റ് ആസ് പോസിബിൾ. എഡിറ്റിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റ അക്യുറേറ്റ് അല്ലേ എന്ന് എൻഷുർ ചെയ്യാൻ, അതേപോലെ മറ്റ് ഫാക്റ്റ് നമ്മൾ ഓൾറെഡി ആ ഒരു ഡാറ്റയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ഫാക്റ്റ് വെച്ച് കൺസിസ്റ്റൻ്റ് അല്ലേ എന്ന് നോക്കാൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 32 വയസ്സുള്ള ഒരാൾ 48 വർഷമായിട്ട് ഒരു കറൻറ്റ് അഡ്രസ്സിൽ താമസിക്കുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ല. അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂണിഫോമിലി അല്ല എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏജ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളത് നമ്പർ ഫോർമാറ്റിലാണ്, അക്കത്തിലാണ് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരാൾ അത് അക്ഷരത്തിൽ ഫിൽ ചെയ്തു. അപ്പോൾ അവിടെ യൂണിഫോമിലല്ലല്ലോ എൻ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ യൂണിഫോമിലി അല്ലേ ക്വസ്റ്റ്യനെയർ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കംപ്ലീറ്റ് അല്ലേ, എന്തെങ്കിലും ബ്ലാങ്ക് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. It is also undertaken to determine whether or not a specific interview is acceptable in the light of the objective of the project. വേറൊരു എഡിറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാൻ. ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത്, ദർ ആർ 2 stages ഇൻ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിൽ 2 stages ഉണ്ട്, അല്ലെങ്കിൽ 2 steps ഉണ്ട്. 2 ടൈപ്പ് എഡിറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫീൽഡ് എഡിറ്റിംഗ് ആൻഡ് സെൻട്രൽ എഡിറ്റിംഗ്. നമുക്ക് ഫീൽഡ് എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം.
ഫീൽഡ് എഡിറ്റിംഗ് ഈസ് എ പ്രിലിമിനറി എഡിറ്റിംഗ് ബൈ എ ഫീൽഡ് സൂപ്പർവൈസർ ഓൺ ദ സെയിം ഡേ ഓർ ഓൺ ദ നെക്സ്റ്റ് ഡേ. ആ ഒരു ഇൻ്റർവ്യൂ നടന്ന സെയിം ദിവസമോ അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഡേയോ ഫീൽഡ് സൂപ്പർവൈസർ നടത്തുന്ന എഡിറ്റിംഗ് ആണ് ഫീൽഡ് എഡിറ്റിംഗ്. അതാണ് ഫസ്റ്റ് എഡിറ്റിംഗ്. നമ്മുടെ എഡിറ്റിങ്ങിൽ ഫസ്റ്റ് എഡിറ്റിംഗ് ആണ് ഫീൽഡ് എഡിറ്റിംഗ്. അത് ഫീൽഡ് സൂപ്പർവൈസറാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇൻ്റർവ്യൂ നടന്നിട്ടുള്ള സെയിം ഡേയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് അത് ചെയ്യുന്നത്. ഇനി ഈ ഫീൽഡ് എഡിറ്റിങ്ങിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ടെക്നിക്കൽ ഒമിഷൻ സച്ച് എസ് ബ്ലാങ്ക് പേജ് ഓൺ ദ ഇൻ്റർവ്യൂ ഫോം. നമ്മളുടെ ഇൻ്റർവ്യൂ ഫോമിലുള്ള ടെക്നിക്കൽ ഒമിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പേജ് ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഒരു യൂസ്. നെക്സ്റ്റ് ചെക്ക് എലിജിബിലിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഫോർ ഓപ്പൺ എൻഡ് റെസ്പോൺസസ്. നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് ക്ലിയർ ആണോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ മേ ബി അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഷെഡ്യൂളൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാരിഫൈ റെസ്പോൺസസ് ദാറ്റ് ആർ ലോജിക്കലി ഓർ കൺസെപ്ച്വലി ഇൻകൺസിസ്റ്റൻറ്റ്. ലോജിക്കലി ശരിയാവാത്ത എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുമ്പോൾ ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റെസ്പോണ്ടിനോട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും എത്ര വർഷമാണെന്നുള്ളത്. അങ്ങനെയുള്ള ലോജിക്കലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ മെയിനായിട്ട് ഈ 3 യൂസാണ് ഫീൽഡ് എഡിറ്റിംഗ് കൊണ്ടുള്ളത്. ഇനി ഒരു പോയിന്റ് പറയുന്നത്, ദി ഇൻവെസ്റ്റിഗേറ്റ് ഷുഡ് നോട്ട് ഇൻഡൽജ് ടു കറക്റ്റ് എറേഴ്സ് ഓഫ് ഒമിഷൻസ് ബൈ മിയർ ഗെസ്സിങ് വാട്ട് ദ റെസ്പോണ്ടൻറ്റ് വുഡ് ഹാവ് സെറ്റ്. ഗെസ് ചെയ്തുകൊണ്ട് ഇതാവും റെസ്പോണ്ടൻറ്റ് ആൻസർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൻ്റെ ആൻസർ ഇതായിരിക്കുമെന്നൊക്കെ ഗസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഫോമിലോ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ എഡിറ്റിംഗ് ആണ്. അപ്പോൾ 2 എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, 2 ടൈപ്പ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, ഫീൽഡ് എഡിറ്റിങ്ങും നെക്സ്റ്റ് സെൻട്രൽ എഡിറ്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ ഗെറ്റിംഗ് ഓൾ കംപ്ലീറ്റ് ഫോംസ് ഓഫ് ഷെഡ്യൂൾസ് ഇൻ ഓഫീസ്. എല്ലാ ഫോമും കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്ത് ഓഫീസിൽ കിട്ടിയതിന് ശേഷമുള്ള എഡിറ്റിംഗ് ആണ് സെൻട്രൽ എഡിറ്റിംഗ്. This type of editing is done by one editor if the study is small. If the study is large, it is done by the team of editors. നമ്മളുടെ സ്റ്റഡി ചെറുതാണെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റർ വെച്ചിട്ടാവും എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ല വലിയ ലാർജ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ടീം ഓഫ് എഡിറ്റേഴ്സാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ എഡിറ്റിംഗ് ഓഫീസിലെത്തിയതിന് ശേഷമുള്ള എഡിറ്റിംഗ് ആണ്. അത് ഈ എഡിറ്റിംഗ് ചെയ്യുന്നത് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു എഡിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് എഡിറ്റേഴ്സ് മേ കറക്റ്റ് ദ ഒബ്വിയസ് എറേഴ്സ് സച്ച് എസ് ആൻ എൻട്രി ഇൻ റോങ് പ്ലേസ്, എൻട്രി റെക്കോർഡ് ഇൻ മന്ത് വെൻ ഇറ്റ് ഷുഡ് ഹാവ് റെക്കോർഡ് ഇൻ വീക്സ് ആൻഡ് ദ ലൈക്ക്. മെയിനായിട്ട് സെൻട്രൽ എഡിറ്റിംഗ് ചെയ്യുന്നത് എന്താണ്, റോങ് പ്ലേസിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പേര് എന്നുള്ളിടത്ത് ഏജ് എന്നുള്ളിടത്ത് പേരൊക്കെ മാറി, അങ്ങനെ റോങ് പ്ലേസിലാണ് എൻട്രി ചെയ്തിട്ടുള്ളത് ുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാം. അതേപോലെ മന്തിൽ കൊടുക്കേണ്ട ഒരു കാര്യം, അപ്പോൾ മേ ബി നമ്മൾ എത്ര ദിവസമായി ട്യൂഷന് പോകാൻ തുടങ്ങിയിട്ട് ഒരു മന്തിലാണ് കൊടുക്കേണ്ടത്, പക്ഷെ അത് വീക്കിലാണ് എൻട്രി ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുകയൊക്കെയാണ് മെയിനായിട്ട് സെൻട്രൽ എഡിറ്റിങ്ങിൽ ചെയ്യുന്നത്. If there is missing a reply, the editor can determine the proper answer by reviewing the other information in the schedule. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന് മിസ് ചെയ്തിട്ടുണ്ട്, ഒമിറ്റ് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള അയാൾ ആ റെസ്പോൺസിൻ്റെ ആൻസറിന് റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാരീഡ് ആണോ അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. പക്ഷേ അത് അയാൾ ഫില്ല് ചെയ്തിട്ടില്ല, റെസ്പോണ്ടൻറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. അതേ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ സ്പൗസിൻ്റെ നെയിം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അപ്പോൾ സ്പൗസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ മാരീഡ് ആണെന്നാണ്. അങ്ങനെ മറ്റ് ക്വസ്റ്റ്യൻ റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാനൊക്കെ സെൻട്രൽ എഡിറ്റിങ്ങിലൂടെ പറ്റും. ഇൻ സെർട്ടൻ ടൈംസ് എഡിറ്റർ ഈസ് റിക്വയർഡ് ടു കോൺടാക്ട് ദ റെസ്പോണ്ടൻസ് ഫോർ ഗെറ്റിംഗ് ക്ലാരിഫിക്കേഷൻ വിത്ത് സെർട്ടൻ മാറ്റേഴ്സ് വിച്ച് ആർ റിട്ടൺ ഇൻ ഷെഡ്യൂൾ ഓർ ക്വസ്റ്റ്യനർ. നമ്മുടെ ഷെഡ്യൂളോ ക്വസ്റ്റ്യനറിലൊക്കെ എഴുതിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസ്പോണ്ടൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യാം. The editor can strike out answers which are inappropriate and no basis for determining the correct answer. ഒരു എഡിറ്റർക്ക് തോന്നുകയാണ് അത്
കറക്റ്റ് അല്ല, ഒരു ആൻസറിന് കറക്റ്റ് അല്ല തോന്നുകയാണെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നു, വെട്ടി തിരുത്താൻ പറ്റും. ദ ക്ലിയർ റോങ് ആൻസേഴ്സ് മസ്റ്റ് ബി ഡ്രോപ്ഡ് ഫ്രം ദ ഫൈനൽ റിസൾട്ട്. അതേപോലെ തന്നെ നമുക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ള ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഫൈനൽ റിസൾട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ഡ്രോപ്പ് ചെയ്യണം. ഫൈനൽ റിസൾട്ടിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല. കൺവേർട്ട് ന്യൂമറിക്കൽ ആൻസേഴ്സ് ഇൻറ്റു കോമൺ ബേസ്. ന്യൂമറിക്കൽ ആൻസേഴ്സിനെ ഒരു കോമൺ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെൻട്രൽ എഡിറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഹൗസ് എഡിറ്റിംഗ്. ഇൻഹൗസ് എഡിറ്റിംഗ് എന്നും സെൻട്രൽ എഡിറ്റിങ്ങിനെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ബൈ ദ എഡിറ്റേഴ്സ്. എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്, അയാളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ എഡിറ്റേഴ്സ് ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ ഗിവൺ to them with regards to editing, and they are also familiar with the instructions which are given to interviewers and coders. ഒരു എഡിറ്റർ അയാൾക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും അതേപോലെ ഈ ഇൻ്റർവ്യൂവർക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കോഡിങ് നടത്തുന്ന കോഡേഴ്സിന് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും എല്ലാം അയാൾക്ക് ഫെമിലിയർ ആയിരിക്കണം. കാരണം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിൻ്റെ കോഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എഡിറ്റിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടു പേർക്കും കൊടുത്ത ഇൻസ്ട്രക്ഷൻ അയാൾക്ക് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള ഒരു എഡിറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എഡിറ്റർക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും ഇൻ്റർവ്യൂവേഴ്സിന് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കോഡേഴ്സിന് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും ഫെമിലിയർ ആയിരിക്കണം ഒരു എഡിറ്റർക്ക്. വെൻ ദേ വൈപ്പ് ഔട്ട് ദ ഒറിജിനൽ എൻട്രി ഫോർ വൺ റീസൺ ഓർ അതർ, ദേ ഷുഡ് ഡ്രോ എ സിംഗിൾ ലൈൻ ഓൺ ഇറ്റ് ടു ബിക്കം ഇറ്റ് ലെജിബിൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ആൻസർ അയാൾക്ക് റോങ് ആണ് തോന്നുകയാണെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് കുത്തി വരഞ്ഞ് അതെന്താണെന്ന് പോലും വേറൊരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാത്ത പോലെ ആക്കരുത്. സിംഗിൾ ലൈൻ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഫർദർ റെഫറൻസ് പിന്നീടൊരു കാലത്ത് എന്തായിരുന്നു ഒറിജിനൽ എൻട്രി എന്നുള്ളത് റെഫർ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. When they are making entries in the form, it should be in a distinctive color and in a standard form. പിന്നെ അയാൾ എന്തെങ്കിലും എൻട്രി ഫോമിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിൽ ഷെഡ്യൂൾ വരുത്തുകയാണ്, എന്തെങ്കിലും കറക്റ്റ് ആൻസർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് കളറും ഫോം ഉപയോഗിച്ചിട്ടായിരിക്കണം ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് അതേ ഇങ്ക് അല്ലെങ്കിൽ അതേ കളറിലാവരുത് നമ്മൾ എഡിറ്റർ എൻ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. കാരണം പിന്നീട് മനസ്സിലാവണം ഇത് എഡിറ്റർ വരുത്തിയൊരു മാറ്റമാണ് എന്നുള്ളതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലും ഡിസ്റ്റിങ്റ്റീവ് കളറും ഉപയോഗിച്ചിട്ടായിരിക്കണം എൻട്രി മേക്ക് ചെയ്യേണ്ടത്. ദേ ഷുഡ് പുട്ട് ദ ഡേറ്റ് ഓഫ് എഡിറ്റിംഗ് ഓൺ ഈച്ച് കംപ്ലീറ്റ് ഫോം ഓഫ് ഷെഡ്യൂൾ. അതേപോലെ ഓരോ എഡിറ്റിംഗ് കഴിയുമ്പോഴും ആ ഫോം എഡിറ്റ് ചെയ്ത ഡേറ്റ് അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കണം. ഇതൊക്കെയാണ് ഒരു എഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഇൻസ്ട്രക്ഷൻസിനെ ഫെമിലിയർ ആയിരിക്കണം. പിന്നെ എൻട്രി വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ സിംഗിൾ ലൈനാണ് വരയ്ക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും പുതിയ എൻട്രി ഫോമിൽ വരുത്തുമ്പോൾ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കളറും സ്റ്റാൻഡേർഡ് ഫോമും ഉപയോഗിക്കണം, ഡേറ്റ് കൊടുക്കണം. അതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ് ഓഫ് ഡാറ്റ എഡിറ്റിംഗ്. ഡാറ്റ എഡിറ്റിങ്ങിൻ്റെ ബെനിഫിറ്റാണ്. ദ ഡാറ്റ ഒബ്റ്റെയിൻ ഈസ് കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ്. നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിരിക്കും. കാരണം എഡിറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ബ്ലാങ്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് അക്യുറേറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻഫോർമേഷൻ റെക്കോർഡ് ആൻഡ് റെസ്പോൺസ് ഔട്ട്. അതേപോലെ അക്യുറേറ്റ് ആയിരിക്കും. ദ റെസ്പോൺസ് ആൻഡ് ഫോർമാറ്റ് ഈസ് ഇൻ ദ ഫോം ദാറ്റ് വാസ് ഇൻസ്ട്രക്റ്റഡ്. ഏത് ഫോമാണ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആ ഫോമിൽ തന്നെ ആ റെസ്പോൺസ് കിട്ടുന്നത്. കാരണം എന്തെങ്കിലും ഇപ്പോൾ റോങ് പ്ലേസിലുള്ള എൻട്രീസൊക്കെ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ഡാറ്റ ഈസ് സ്ട്രക്ചേർഡ് ഇൻ എ മാനർ ദാറ്റ് എൻറ്ററിങ് ദ ഇൻഫോർമേഷൻ വിൽ നോട്ട് ബി എ പ്രോബ്ലം. അതേപോലെ ഡാറ്റ ഒരു സ്ട്രക്ചേർഡ് മാനറിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെയാണ് ബെനിഫിറ്റ്. ഒന്ന് അക്യുറേറ്റ് ആയിരിക്കും, പിന്നെ കറക്റ്റ് ഫോമിലായിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഡാറ്റ എഡിറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഡാറ്റ പ്രോസസ്സിങ്ങിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. അടുത്ത എൻ്റെ ടോപ്പിക് എന്നുള്ളത് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. In most research studies, there is a large volume of data. All these data are classified into homogeneous groups to get meaningful relationship. ഒരു റിസർച്ച് നടത്തുമ്പോൾ ആ ഒരു റിസർച്ചിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ ഒരുപാട് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെയുള്ള ഡാറ്റ ഉണ്ട്. അപ്പോൾ എപ്പോഴും ലാർജ് എമൗണ്ട് ആയിരിക്കും ഡാറ്റ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ
ഈ ഡാറ്റകളെ ഒരു ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. ഒന്നും കൂടി സിമ്പിളായിട്ട് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഫാക്ട്സ് ഇൻ ടു ക്ലാസസ് ഓൺ ദ ബേസ് ഓഫ് സെർട്ടൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഡാറ്റയിലുള്ള ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ ഡാറ്റകളെയും ഒരു ഗ്രൂപ്പായിട്ടും അങ്ങനെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പിംഗ് പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. ഡാറ്റ ഹാവിങ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർ പ്ലേസ്ഡ് ഇൻ വൺ ക്ലാസ്. ഇൻ ദിസ് വേ ദ എൻട്രീസ് ഡാറ്റ ഇസ് ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ്. ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റകൾ ഒരു ക്ലാസ്സായിട്ടും ഡിവൈഡ് ചെയ്യുക. അതേപോലെ നമ്മളുടെ എല്ലാ ഡാറ്റയും ഓരോ ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത്. എ ഗുഡ് ക്ലാസിഫിക്കേഷൻ ഷുഡ് ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ്. ഇനി ഒരു ഗുഡ് ക്ലാസിഫിക്കേഷനിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസാണ് പറയുന്നത്. ക്ലാരിറ്റി, ഹോമോജിനിറ്റി, ഈക്വാലിറ്റി ഓഫ് സ്കെയില്, പർപ്പസ്ഫുൾനെസ് ആൻഡ് ആക്യുറസി. ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഏത് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഹോമോജീനിറ്റി ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം എന്തെങ്കിലും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോജീനിറ്റി ഉണ്ടായിരിക്കും. ഇക്വാലിറ്റി ഓഫ് സ്കെയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏജ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏജ് വൈസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0 to 5 വരെ ആദ്യത്തെ ഒരു ക്ലാസ്, പിന്നെ 5 to 10 വരെ നെക്സ്റ്റ് ക്ലാസ്, 10 to 15 വരെ നെക്സ്റ്റ് ക്ലാസ്. അവിടെയൊക്കെ എന്താണ് 5 വയസ്സാണ് നമ്മുടെ സ്കെയിലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് സ്കെയിൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. പർപ്പസ്ഫുൾനെസ് ഉണ്ടാവും. ഒരു പർപ്പസ് ആ ഒരു ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ സ്റ്റഡിയിൽ ഏജ് വൈസായിട്ടുള്ള ഒരു റിസർച്ചും അല്ല നമ്മൾ നടത്തുന്നത്. ജെൻഡർ വൈസായിട്ടുള്ള ഒരു റിസർച്ചും അല്ല നമ്മൾ നടത്തുന്നത്. പക്ഷെ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ജെൻഡർ വൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് അവിടെ ഇല്ലല്ലോ. അങ്ങനെ ജെൻഡർ വൈസായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ പർപ്പസ് അവിടെ ഇല്ല. അങ്ങനെ ആവരുത് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സ്റ്റഡി പറയുന്നത് ജെൻഡർ വൈസ് എന്തെങ്കിലും ഡിഫറൻസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻഡർ വൈസുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെയാണ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ പർപ്പസ് ഉണ്ടായിരിക്കണം. ക്ലാസിഫിക്കേഷൻ എന്താണോ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും പർപ്പസ് ഫുൾഫിൽ ചെയ്യണം. ആക്യുറസി ഉണ്ടാവണം, ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ ഗുഡ് ക്ലാസിഫിക്കേഷൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്ലാരിറ്റി, ഹോമോജിനിറ്റി, ഈക്വാലിറ്റി ഓഫ് സ്കെയിൽ, പർപ്പസ്ഫുൾനെസ് ആൻഡ് ആക്യുറസി. നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു കണ്ടൻസ് എ മാസ് ഓഫ് ഡാറ്റ ഇൻ സച്ച് എ മാനർ ദാറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ക്യാൻ ബി റെഡിലി അപ്രഹെൻഡഡ്. നമുക്കറിയാം ഒരു മാസ് ഡാറ്റയാവും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്, ഒരു ലാർജ് വോളിയൂം ഓഫ് ഡാറ്റയാവും. ആ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റയെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അങ്ങനെ മാസ് ഡാറ്റയെ ചുരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റീസും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ടു ഓർഗനൈസ് കോംപ്ലക്സ് സ്കാറ്റേർഡ് ആൻഡ് ഹെപ്സാഡ് ഡാറ്റ ഇൻ ടു കൺസൈസ് ലോജിക്കൽ ആൻഡ് ഇൻ്റലിജിബിൾ ഫോം. പരന്ന് കിടക്കുന്ന ഡാറ്റയെ ഒരു ലോജിക്കലായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഓർഗനൈസ് ചെയ്യുക ആണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ ഈസ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഫോർത്ത് വൺ ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ അറ്റ് ഗ്ലാൻസ്. എന്താണ് ആ ഡാറ്റയുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അതെങ്ങനെയാണ്? നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാവും ഡാറ്റ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഡാറ്റയുടെ ഇന്നൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഡാറ്റകൾ ഉള്ളത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ടു ഗീവ് പ്രൊമിനൻസ് ടു ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ബൈ ഡ്രോപ്പിംഗ് ദ അൺനെസസറി എലമെൻറ്റ് ഇൻ ദ ഡാറ്റ. ഒരു ഡാറ്റയിലുള്ള അൺനെസസറി എലമെൻസിനെ ഒഴിവാക്കിക്കൊണ്ട്, ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രൊമിനൻസ് കൊടുക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ തുടങ്ങുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ടുണ്ടാവുന്നതാണ് പേരെന്താണെന്നുള്ളത്. കാരണം അത് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ പേര്, പക്ഷേ ആ ഒരു നെയിം, ആ ഒരു റെസ്പോണ്ടിങ് നെയിം മേ ബി നമ്മളുടെ റിസർച്ചിന് പേപ്പറിന് ആവശ്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊമിനൻസ് കൊടുക്കുകയൊക്കെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് നോക്കി. ഇനി നെക്സ്റ്റ് ഉള്ളത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്.
മെയിനായിട്ടും 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്രോണോളജിക്കൽ, ജിയോഗ്രഫിക്കൽ. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. Data are classified on the basis of some attribute or quality such as sex, color of hair, literacy and religion. ഈ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ആട്രിബ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുടെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ ജെൻഡർ എന്താണെന്നുള്ളത്, ഹെയറിൻ്റെ കളർ എന്താണെന്ന്, ലിറ്ററസി, റിലീജിയൻ ഒക്കെ ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ബേസിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദ ആട്രിബ്യൂട്ട് അണ്ടർ സ്റ്റഡി കനോട്ട് ബി മെഷേർഡ്. നമുക്കറിയാൻ പറ്റും ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആട്രിബ്യൂട്ടിന് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഓൺലി ബി ഫൗണ്ട് ഔട്ട് വെദർ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ഇൻ ദ യൂണിറ്റ് ഓഫ് ദ സ്റ്റഡി. എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ എത്രത്തോളം കറുപ്പുണ്ട് മുടിക്ക് അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഫീച്ചർ പറയുന്നത്. സച്ച് ക്ലാസിഫിക്കേഷൻ മേ ബി സിമ്പിൾ ഓർ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. എന്താണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇൻ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ വി ഡിവൈഡ് ദ യൂണിവേഴ്സ് ഇൻ ടു 2 ക്ലാസ്സസ്. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ എൻറ്റയർ ഡാറ്റയെ 2 ക്ലാസ്സായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെൻഡർ വൈസ് നമ്മൾ എൻ്റെ ഡാറ്റയെ മെയിൽ ഫീമെയിൽ അങ്ങനെ 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആകെ 2 ക്ലാസ്സേ അപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ. 1 ക്ലാസ് ഇൻക്ലൂഡ്സ് ഓൺലി ഐറ്റംസ് വിച്ച് പോസസ് 1 ക്വാളിറ്റി ആൻഡ് ദ അതർ ക്ലാസ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് വിച്ച് ഡു നോട്ട് പോസസ് ദാറ്റ് ക്വാളിറ്റി. അപ്പോൾ സിമ്പിളിൽ 2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. നമുക്ക് മാനിഫോൾഡ് എന്താണെന്ന് നോക്കാം. ഇൻ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ 2 or more attribute are considered simultaneously and the data is divided into number of classes. മാനിഫോൾഡിൽ വരുമ്പോൾ 2 ക്ലാസ്സസ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് മാത്രം ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ മാത്രമല്ല നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. 2ൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതലോ ആട്രിബ്യൂട്ടിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ൽ കൂടുതൽ ക്ലാസ്സസ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ വൈസ് ക്ലാസിഫൈ ചെയ്തു, മെന്ന് ഫീമെയിൽ. പിന്നെ അതിന് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്. അപ്പോൾ അവിടെ 4 ക്ലാസ്സസ് ഓൾറെഡി ടോട്ടലി 4 ക്ലാസ് അവിടെ ഉണ്ടാവും. അതാണ് മാനിഫോൾഡ്. 2 അതിൽ കൂടുതൽ ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പോൾ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്താണ്, മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. It refers to the classification of data according to some characteristics that can be measured. നമുക്ക് അളവെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, സെയിൽസ്, പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ ഇതിൻ്റെയൊക്കെ ബേസിലാണെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വെയ്റ്റ്. ഒരു കോളേജിലെ സ്റ്റുഡൻറ്റിന് നമുക്ക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 40 to 45 kg, 45 to 50 kg അങ്ങനെ നമുക്ക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. 3ാമത്തെ ടൈപ്പാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ റീജിയൻ. ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ഒരു റീജിയൻ്റെ ബേസിൽ ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് വൈസ്, സിറ്റീസ്, റീജിയൻസ്, സോൺസ്, ഏരിയാസും ഒക്കെ വെച്ചിട്ട് അതിലൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ഇന്ത്യ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ സ്റ്റേറ്റ് വൈസ്. നമ്മളുടെ ഇന്ത്യയിലെ ടോട്ടൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റേറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കേരളത്തിൽ നിന്ന് എത്ര ടണ്ണാണ്, തമിഴ്നാടിൽ നിന്ന് എത്ര ടണ്ണാണ്, കർണാടകയിൽ നിന്ന് എത്ര ടണ്ണാണ്, അങ്ങനെ സ്റ്റേറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഡാറ്റ ആർ ഒബ്സർവ് ഓവർ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പോൾ 2000 നടന്നത് അല്ലെങ്കിൽ 2001 നടന്നത് അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ടൈം ഓഫ് ഒക്കറൻസ്. അതുകൊണ്ട് തന്നെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് അതിൻ്റെ ടൈം ഓഫ് ഒക്കറൻസിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്.
For example, various series such as national income figures, annual output of wheat, monthly expenditure of household, daily consumption of milk, etc. are some example of chronological classification. നമ്മളുടെ നാഷണൽ ഇൻകം ഇപ്പോൾ 2001 നാഷണൽ ഇൻകം എത്രയാണ്, 2002 നാഷണൽ ഇൻകം എത്രയാണ്, അതൊക്കെ നോക്കൂ. ഒരു ഇയർ അല്ലെങ്കിൽ ഒരു ടൈമിൻ്റെ ബേസിലല്ല അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ നമ്മളുടെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഡെയിലി കൺസപ്ഷൻ ഓഫ് മിൽക്ക് അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു പീരീഡിൻ്റെ ബേസിൽ ടൈം ഓഫ് ഒക്കുറൻസിൻ്റെ ബേസിസിലാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത് എഡിറ്റിങ്ങും ക്ലാസിഫിക്കേഷനും ആയിരുന്നു. എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയിൽ, അതായത് ക്വസ്റ്റ്യനേഴ്സിലുള്ള ഷെഡ്യൂൾസിനെ എക്സാമിൻ ചെയ്ത് അതിലുള്ള എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ഒമിഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡിറ്റിങ്. ടു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഉണ്ട്, ഫീൽഡ് എഡിറ്റിംഗ് ആൻഡ് സെൻട്രൽ എഡിറ്റിംഗ്. ഫീൽഡ് എഡിറ്റിംഗ് ഫീൽഡ് സൂപ്പർവൈസറാണ് നടത്തുന്നത്. അത് അതേ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് നടത്തുന്നത്. സെൻട്രൽ എഡിറ്റിംഗ് പറയുമ്പോൾ ഇൻ ഹൗസ് എഡിറ്റിംഗ് എന്നും പേരുണ്ട്. അത് ഓഫീസിൽ എത്തിയതിന് ശേഷം നടത്തുന്ന എഡിറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡാറ്റയെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എഡിറ്റിങ്ങും ക്ലാസിഫിക്കേഷൻ ഒരു സിമ്പിൾ ടോപ്പിക്കായിരുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.